നമസ്കാരം. ഒരുപാട് വലിച്ചു നീട്ടാതെ തന്നെ ഓരോ ദിവസത്തെയും രാശിഫലങ്ങളും ഓരോ ഗ്രഹമാറ്റങ്ങൾ മൂലം സൃഷ്ടിക്കപ്പെടുന്ന യോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുമൊക്കെ കൃത്യമായും വ്യക്തമായും നിങ്ങളിലേക്ക് ഇനി മുതൽ എല്ലാ ദിവസവും എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ചില നക്ഷത്രക്കാരെന്ന് വെക്കുമ്പോൾ ഇടവം, മിഥുനം, തുലാം എന്നീ 3 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള, അതായത് ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു നേട്ടം കൈവരിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു യോഗം തെളിയാൻ പോവുകയാണ്. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ബുധനെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധനെ വിശേഷിപ്പിക്കുന്നത്. ഗണിതം, സംസാരം, ബിസിനസ്, സമ്പദ് വ്യവസ്ഥ എന്നിവയുടെ ഘടകമായിട്ടാണ് ബുധനെ കണക്കാക്കുന്നതും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മരാശിയിൽ ബുധൻ ശുഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്ന അച്ചട്ട് കാര്യമാണ്. ഈ ഒരു രാശി മാറ്റം മൂലം സൃഷ്ടിക്കപ്പെടുന്ന ഒരു രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം സൃഷ്ടിക്കാൻ പോവുകയാണ്. അതും ഈ വരുന്ന ജൂൺ 14-ന് ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലെത്തും. ബുധൻ ഉച്ചരാശിയിലേക്ക് പോകുന്നതിലൂടെ ഭദ്രമഹാപുരുഷ് രാജയോഗം രൂപപ്പെടുകയാണ്. ഇത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിൽ കാര്യമായ മാറ്റം വരുത്തുമെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 3 രാശി, അതായത് ഇടവം, മിഥുനം, തുലാം എന്നീ 3 രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റം തന്നെ വരുത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഗുണകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെയും ഇപ്പോഴത്തെ കുടുംബ നിലവാരത്തെയും ഇപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥയെയും എല്ലാം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റമായിരിക്കും എന്നുള്ളതിൽ 100% സത്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഉയർച്ചയും അതുപോലെ തന്നെ ഇതുവരെ അനുഭവിച്ച കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുന്നതും നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ രാശികളിൽ നിന്ന് നക്ഷത്രക്കാരാരൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തൊഴിൽ തടസ്സങ്ങളും സാമ്പത്തികമായിട്ടുള്ള തരത്തിൽ ഒക്കെ വലയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും ഇരട്ടി ഫലം ചിലപ്പോൾ ലഭിക്കും മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മാറി വലിയ രീതിയിലുള്ളൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം. ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി രൂപപ്പെടുന്ന ഭദ്രമഹാപുരുഷ് രാജയോഗം ഇടവൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലകരമായിരിക്കും. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളുടെ മുൻപിൽ രൂപപ്പെടും. പ്രണയബന്ധം വിവാഹ ജീവിതത്തിലേക്ക് വഴിമാറുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം, അതായത് കുടുംബ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയോടൊത്ത് ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു മാറ്റത്തിലേക്ക് വന്നെത്തുന്നതിന് സാധ്യത കൂടുതലാണ്. സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകും. ബാങ്ക് ബാലൻസൊക്കെ വർദ്ധിക്കുന്ന തരത്തിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് തന്നെ പറയാം. അത്രയധികം അനുഗ്രഹമായിട്ടാണ് ബുധൻ നിങ്ങളുടെ ജന്മരാശിയിൽ അനുകൂലമായി വന്നു ചേരാൻ പോകുന്നത്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെയൊക്കെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും. കൈ നിറയെ സ്വർണം സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിൽ, അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ധനപരമായി വന്ന് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന രീതിയിലുള്ള നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്വത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന തരത്തിൽ, കാരണം ഇപ്പോൾ ഇത്രയും എടുത്തു പറയാൻ കാരണം സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു നേട്ടമാണ് ബുധൻ്റെ ഈ ഒരു മാറ്റം മൂലം സൃഷ്ടിക്കപ്പെടുന്ന രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജന്മരാശിയിൽ അത്രയ്ക്ക് അനുകൂലകരമായിട്ടാണ് ബുധൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം ഈ രാജയോഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്. ഇടവൻ രാശിക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് മിഥുനൻ രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായ രീതിയിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ ഒരു രാശിമാറ്റം സംഭവിക്കാൻ പോകുന്നത്. ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി രൂപപ്പെടുന്ന ഭദ്രമഹാപുരുഷ് രാജയോഗം മിഥുനൻ രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും. കാരണം ബുധൻ നിങ്ങളുടെ ജന്മരാശിയുടെ ലഗ്നഭാവത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത്. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടക്കുക തന്നെ ചെയ്യും. ഏറെ നാളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന മനസ്സിലെ ആഗ്രഹങ്ങൾ ഇനി നടന്നു കിട്ടുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കുമെന്ന് തന്നെ പറയാം.
അവിവാഹിതരായ ആളുകൾക്ക് യോജിച്ച ജീവിത പങ്കാളിയെ ലഭിക്കാൻ പോകുന്നു. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൊയ്യും. അതായത് ചിട്ടി, എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നിവയിലൊക്കെ നിങ്ങൾ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ രീതിയിലെ ലാഭം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് തന്നെ പറയാം. ഇത് നിങ്ങളുടെ സമ്പത്തിനെ ഇരട്ടിയാക്കുകയും ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് പുതിയൊരു തലത്തിലേക്ക് ജീവിതം നയിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേട്ടം കൊയ്യാനാകും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിനുള്ളൊരു ഭാഗ്യം കൂടെ കാണുന്നു. അപ്രതീക്ഷിതമായി വലിയ അളവിൽ ധനം കയ്യിലെത്തും എന്ന് തന്നെ പറയാം. അതും നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ പൂർവിക സ്വത്തൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം കാണുന്നു. എന്തുകൊണ്ടും ധനപരമായ നേട്ടം നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി ധനപരമായ വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നു. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം. ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴി രൂപപ്പെടുന്ന ഭദ്രമഹാപുരുഷ് രാജയോഗം തുലാൻ രാശിക്കാർക്ക് ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലായിരിക്കും. കാരണം നിങ്ങളുടെ ജന്മരാശിയുടെ 9ാം സ്ഥാനത്തേക്കായിരിക്കും ബുധൻ സഞ്ചരിക്കാൻ പോകുന്നത്. അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് കരിയറിൽ, അതായത് തൊഴിൽപരമായി മികച്ച വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനുള്ളൊരു സാധ്യത കാണുന്നു. ഇതുവരെ ജോലി കിട്ടാതെ വലഞ്ഞ് ബുദ്ധിമുട്ടിയവർക്ക്, അതായത് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി ലഭിക്കാതെ വിഷമിച്ച് മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നവർക്കൊക്കെ ആ ബുദ്ധിമുട്ട് മാറി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ നിങ്ങളെ തേടി വരുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ഇപ്പോൾ ഈ ജൂൺ 14 മുതൽ സംഭവിക്കാൻ പോകുന്നത്. PSC ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിലൊക്കെ വലിയ നേട്ടം കൊയ്യാൻ സാധിക്കും. ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് ആ ഒരു ജോലി കിട്ടും. വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ഏറെ നാളായി പ്രതീക്ഷിച്ചിട്ടും നടക്കാതിരുന്നവർക്ക് ആ ഭാഗ്യം വന്നു ചേരും. എല്ലാം കൊണ്ടും നേട്ടമാണ്. തൊഴിൽപരമായ വലിയൊരു നേട്ടമാണ് ഈ ബുധൻ്റെ ഒരു രാശി മാറ്റം പോലെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ജന്മരാശിയിലെ 9ാം ഭാവത്തിലേക്കാണ് ബുധൻ രാശിമാറ്റം നടത്താൻ ഒരുങ്ങുന്നത്. അത് തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് വലിയ നേട്ടം സൃഷ്ടിക്കുമെന്നുള്ളത് വളരെ അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. 100% ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും അതുമൂലം ഇപ്പോഴത്തെ ജീവിത പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് വലിയ രീതിയിൽ നിങ്ങൾക്ക് വിജയം കൊയ്യാൻ സാധിക്കുമെന്ന് 100% പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാശിഫല വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.